ജിന്നുകളെയും മലക്കളെയും വിളിച്ചു താടാതെ പെങ്ങളും പറയാൻ തുടങ്ങിയില്ലേ. നിങ്ങളെങ്ങനെ ഞങ്ങളേറ്റ് വാദപ്രതിവാദം നടത്തുക? എവിടെയാ പറഞ്ഞത് കൊണ്ടുവാ. ഏത് കുബൂരി കൊണ്ടെന്നാലും തിരക്കടില്ല. കുബൂരികളുടെ വാലാട്ടികളായി നടക്കുന്ന മാടൂരികൾ കൊണ്ടെന്നാലും തിരക്കടില്ല. ആര് കൊണ്ടെന്നാലും സമ്മത. സക്കരിയ സലാഹി ജിന്നുകളെയും മലക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മൈക്കിന്റെ പരിധിയിലുള്ള മുഴുവൻ മടവൂരികളെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുവാ, ഒരു ക്ലിപ്പ് കൊണ്ടുവാ, അല്ലെങ്കിൽ ലേഖനം കൊണ്ടുവാ. ഈ ഒരു 84-85 കാലം മുതൽ തൗഹീദിനു വേണ്ടി പൊതുരംഗത്ത് പ്രസംഗിച്ച് നടക്കുന്ന ആളെ. എന്റെ ഈ ചെറുപ്രായത്തിൽ 10-25 കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞ എത്രയോ വാദപ്രതിവാദങ്ങൾ പങ്കെടുത്തിട്ട് എന്നെ പറ്റി അത് പറഞ്ഞാൽ മുജാഹിദ് കേരളം വിശ്വസിക്കൂല. പിന്നെ 1000 നുണ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒപ്പം പറഞ്ഞാൽ ഗീബൽസിന്റെ തന്ത്രം അതാണല്ലോ. ഒരുപാട് ആളുകൾ ഒരു നുണ പറഞ്ഞാൽ അപ്പൊ ആളുകൾ വിശ്വസിക്കും. നാട്ടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരാൾ ആടിനെയും പിടിച്ചിങ്ങനെ പോവുക. അപ്പൊ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എവിടുക്ക ഈ നായിനെയും കൊണ്ടുപോണ്? നായോ ആടുള്ളത്? പിന്നെയും കുറേ പോയപ്പോ നിങ്ങൾ എവിടെ ഈ നായിനെയും കൊണ്ടുപോയി. അപ്പൊ ഇനിയും നോക്കി കുറെ കഴിഞ്ഞ് മൂപ്പരിക്കുന്ന അത് നായെന്ന് കേൾക്കും. അങ്ങനെ ഞങ്ങൾക്ക് തോന്നൂല. മനസ്സിലായില്ല നിങ്ങൾക്ക്? അങ്ങനെ ആട്ടിനെ പട്ടിയാക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ ഈ തൗഹീദിനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൽ ആർക്കും അങ്ങനെ ഒരു വാദം തന്നെ ഇല്ല. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദം നിങ്ങൾ എല്ലാരും കൂടി 4 ഭാഗത്തുനിന്നും ഒപ്പം നുണറിഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ള ഒരു നുണ ഇവിടെ പറഞ്ഞാൽ അപ്പ ആ നുണ മെസ്സേജ് അയച്ച് കാസർഗോഡെത്തി, മംഗലാപുരത്തി, പാലക്കാടെത്തി, തിരുവനന്തപുരത്തി, ആലപ്പുഴത്തി, എല്ലാ മടവൂരികളെ മൊബൈലിലും ഒരേ നുണ, ഒരേ അച്ച് നിരത്തിയ നുണ. ഇപ്പൊ നവമടവൂരികളുടെ മൊബൈലിലും അങ്ങനെ തന്നെയാണ്. ഒരേ നുണ എല്ലായിടത്തും. നാട്ടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി ചിത്രീകരിച്ച് തല്ലിക്കൊല്ലുക. ആ തന്ത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, എനിക്കില്ലാത്ത വാദം എന്റെ മേലിൽ വെച്ച് കെട്ടിയിട്ട് എനിക്കങ്ങനെ വാദം ഉണ്ടായിരുന്നു. പഴയ വാദത്ത് സക്കരിയ സലാഹി ഖേദിച്ചു മടങ്ങണം എന്ന് എഴുതി ഒപ്പിടണം. എന്താ സംഗതി എന്നറിയോ? 18-ാം തീയതി KNM എക്സിക്യൂട്ടീവിൽ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു എന്ന വാർത്ത പുറത്തു വന്നതോടെ ഗ്രൂപ്പിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങി. അയാൾ തിരിച്ചെടുക്കേ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞൊക്കെ നുണയെന്ന് വരൂലേ? അയാൾ ശിർക്കിക്ക് പോയി നമ്മൾ ജനങ്ങളോടൊക്കെ പറഞ്ഞിട്ട് ഇനി ശിർക്കുള്ള ആളെ തിരിച്ചെടുക്കേ. എന്താ സെൽഫിങ്ങളീ പറയണത്? സെൽഫി സമാധാനിപ്പിച്ചു. ഒന്നും ബേജാറാണ്ട. അയാൾ ഇതിന്റെ അകത്ത് കയറാതിരിക്കാനുള്ള കർശന നിബന്ധന അവിടെ വെച്ചാണ്. അതല്ലേ നമ്മുടെ പണി. നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട. അതാ സംഭവം. ഗ്രൂപ്പുകാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്നെ ബലിയാടാക്കി. അതാണ് സംഭവം. സലഫി പരലോകം പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല. നിങ്ങളെ അന്വേഷണ സമിതി, നിങ്ങൾക്കറിയോ എന്റെ കാര്യത്തിൽ അന്വേഷണ സമിതി ആരാന്നറിയോ? അബ്ദുറഹ്മാൻ സലഫി, നൂർ ഷക്ക, അഹമ്മദ് അലി മദനി. അപ്പൊ ആക്ഷേപം ഉന്നയിച്ച ആളെന്നെ ജഡ്ജി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നെ പുറത്താക്കാൻ വേണ്ടി വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എന്റെ കാര്യത്തിലെ അന്വേഷണ സമിതിന്റെ പ്രധാന ചാർജ്. എന്നിട്ടോ അയാളാണ് വിധി പറയുന്നതും, അയാളാണ് ശുപാർശ ചെയ്യുന്നതും, അയാൾ എന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതും, ഇനി കുറ്റപത്രം നാടാകെ വിശദീകരിക്കുന്നതും അയാളുടെ 3 സംഘം കോക്കസും. നിങ്ങളൊന്ന് വിശദീകരിക്കും. മുജാഹിദ് കേരളം പുച്ഛിച്ചു തള്ളും നിങ്ങളുടെ ഇതിനെ. നിങ്ങളെ കുറ്റപത്രത്തിലെ തട്ടിപ്പുകളും അതുപോലെ തന്നെ നിങ്ങൾ കാട്ടിയ കൃത്രിമങ്ങളുമൊക്കെ ഇൻഷാ അല്ലാഹ് എല്ലാം ഇവിടെ തുറന്നു കാട്ടും. യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾക്കിതിൽ ഇനി ഒളിയും അറിയില്ല. ഞങ്ങൾ കുറെ ഉള്ളിൽ സഹിച്ചു. മനസ്സിലായില്ലേ? ഇതിനിയും പുറത്തു പറയാതിരിക്കാൻ പറ്റൂല. സംഘടന പുലരും, സംഘടനയിൽ പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പറയാതിരുന്നത്. ഇത് വളരെയല്ല, ഇത് സംഘടന ശക്തിപ്പെടുകയാണ്. സംഘടനയിലുള്ള ആളുകൾക്ക് ആദർശം എന്താണെന്നും ഇതിന്റെ മറവിൽ നടക്കുന്ന കോക്കസ് കളി എന്താണെന്നും പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമ്മൾക്കുണ്ട്. ഞങ്ങളതാ നിർവഹിക്കുന്നത്. ചില വ്യക്തികളൊക്കെ പരാമർശിക്കേണ്ടി വരുന്നത് ഇഷ്ടമുണ്ടായിട്ടല്ല. ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരു കാലത്ത് എപ്പോഴും പ്രസംഗത്തിന് വിളിക്കും. എൻ്റെ അവിടെ ഒന്ന് താമസിക്കും. അന്നും ക്ലീൻ സേവ മൂപ്പര്. ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ ആകരുത് കേട്ടോ. അങ്ങനെ റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹം നല്ല സമൃദ്ധമായ താടി വെച്ച്, വലിയ താടി വെച്ച് മുജാഹിദ് കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച ആളാണ് ഞാൻ. പക്ഷെ കുറച്ചാലും കഴിഞ്ഞപ്പോൾ ഈക്കേൻ്റെ താടി പിന്നെ ചെറുതായി. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊക്കെ ദീനിന്റെ പേരിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് ദീനിന്റെ പേരിലാണ്. അല്ലാതെ കാണാൻ സൗന്ദര്യം ഉണ്ടായിട്ടോ എന്തെങ്കിലും കാര്യലാഭം ഉണ്ടായിട്ടോ അല്ല നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടത്. എന്താ പണ്ടൊക്കെ ഒരു മുജാഹിദ് പ്രവർത്തകർ തമ്മിൽ കണ്ട എന്തൊരു സ്നേഹമാണ്. ഇന്നിപ്പോ സംശയ അവൻ ഏതാ, മറ്റതാ, കോക്കസാ, വർത്താനം ഫോൺ എടുത്താൽ മറുപടി പറയാൻ പേടി, റെക്കോർഡാക്കി പിറ്റേന്ന് ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും ആയിരിക്കും. പരസ്പര വിശ്വാസം നശിച്ചു. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഈ കോക്കസ് പ്രവർത്തനം ഇവിടെ തുടങ്ങിയത്? ആരാണ് ഈ ചാരപ്പനികളുടെ നേതാവ്? അത് കണ്ടെത്തി അവനെ പുറത്തിടണം. എന്നാലേ ഈ പ്രസ്ഥാനം നന്നാവുള്ളൂ. സക്കരിയ സലാഹിക്ക് പുറത്തേക്ക് ഒരു പണിയില്ല.
എനിക്ക് പുറത്തേക്കാൻ അറിയാം. പക്ഷെ ശിർക്ക് ആരോപിച്ചിട്ട് ഈ സംഘടനയെ നശിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ ഈ മുജാഹിദ് സാധാരണക്കാരോടും ഇതിനെ സ്നേഹിക്കുന്ന അനുഭാവികളോടും എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ പറഞ്ഞെന്താറിയോ, അബ്ദുറഹ്മാൻ സലഫി ഇവിടെ വന്നിട്ട് പറയാണ്, ഒരു കള്ള ഹദീസും പിടിച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കല്ല, ജിന്നുകളോട് സഹായം തേടാം എന്നൊരു വാദം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആര് കൊണ്ടുവന്നു? നിങ്ങൾ കൊണ്ടുവന്നു, ഞങ്ങളാരും കൊണ്ടുവന്നിട്ടില്ല. ഈ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ദുർബലമായ ഹദീസ് ഞാനിപ്പോൾ 10-25 കൊല്ലാലും പ്രസംഗിക്കുന്നു. ഈ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗത്തും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറഞ്ഞാണ്ട് മരുഭൂമിയിലെത്തിയാൽ നിങ്ങൾ ഇങ്ങനെയാ പറയേണ്ടത്, വിജനസ്ഥലത്തെത്തി എങ്ങനെയാ പറയുന്നത്, എവിടെയെങ്കിലും ക്ലാസ് എടുത്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഞാൻ മറുപടി പ്രസംഗ രംഗത്തുള്ളത് കൊണ്ടാണ് ഈ ഹദീസ് എനിക്ക് പറയേണ്ടി വന്നത്. അല്ലാതെ വിജനമായ മരുഭൂമിയിൽ ഇങ്ങനെ ഒറ്റപ്പെടുമ്പോൾ ഇബാദല്ലാഹ് വിളിച്ചോളി, അതാ സുന്നത്ത് എന്ന് പഠിപ്പിക്കാൻ ഒരൊറ്റ സലഫി ഗ്രന്ഥകാരനും ഗ്രന്ഥം എഴുതി കിട്ടില്ല, ഒരൊറ്റ സലഫി പ്രവർത്തകനും അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. ഇപ്പൊ പറയുന്നതാണ്, ഞമ്മക്ക് വിജനമായ സ്ഥലത്ത് വെച്ചാൽ അള്ളാനെ വിളിച്ചാൽ പോരെ, മുഹദ്ദിസേ പഠിച്ചു വെച്ചോ, കള്ള ഹദീസല്ലോ. അല്ലെങ്കിൽ ഇയാളെ സഹോദരൻ പറയും, എന്റെ അബ്ദുറഹ്മാൻ വലിയ ഒച്ചട്ട മനസ്സിലാക്കാൻ അതിന് കാര്യമായി തെളിവുണ്ടാവില്ല, ഭയങ്കര ഒച്ച കിട്ടിട്ട് കള്ള ഹദീസ പഠിച്ചു വെച്ചോ. രാത്രി 12:30 മണിക്ക് എടവണ്ണ ജാമിഅയുടെ പരിപാവനമായ ക്യാമ്പസ് ഇവരെ ഗ്രൂപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കാണ്. നമ്മളൊക്കെ ജാമിയെ കാണുന്നത് എങ്ങനെയാണ്? ഒരു മാതൃസ്ഥാപനം എന്നുള്ള നിലക്ക. വലിയ സംഖ്യയാണ് ദേവർശോല വന്ന് പിരിച്ചുണ്ടാകല് അല്ലേ? 25,000 50,000 ഓരോ മുതലാളിമാർ കൊടുക്കണത് എന്തിനാ? ജാമിയ നദവിയ ഉണ്ടാക്കിയത് അഫ്ദൽ ഉലമ കഴിഞ്ഞവർക്കും പണ്ഡിതന്മാർക്കൊക്കെ ഉള്ള ഒരു ഉപരിപഠനശാല എന്നുള്ള നിലക്ക. ഇന്നിപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ? 16 സ്ഥാപനങ്ങളിൽ ഒരു അറബിക് കോളേജ്, ഒരു ഹിഫ്ള് കോളേജ് മാത്രം ദീനി, ബാക്കിയൊക്കെ ഭൗതികമാണ്. തനിച്ച ഭൗതിക സ്ഥാപനങ്ങളാണ്. KC അബൂക്കർ മൗലവി പറയുന്നുണ്ട്, ഇർക്കബ് മൈന എന്ന് പറയുമ്പോൾ ബാഹ് മുങ്ങിപ്പോയ മാതിരി ഭൗതിക സ്ഥാപനങ്ങൾക്കിടയിൽ അറബിക് കോളേജ് മുങ്ങിപ്പോയ അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. എന്താ അവിടെ ചെന്നാലുള്ള അവസ്ഥ? ആണും പെണ്ണും മോരും മുതലയും വെച്ച മാതിരിയാ. BEd ഇങ്ങോട്ട്, TTC അപ്പുറത്തേക്ക്, സ്കൂളിൽ നിന്ന് അങ്ങോട്ട്, അറബിക് കോളേജിലെ കുട്ടികളൊക്കെ പാടെ കൂടി നല്ല ഒരു ദീനി ക്യാമ്പസിന്റെ ഹുർമത്ത് തന്നെ നഷ്ടപ്പെടുത്തി പോയി. അതന്നെയാണ് ജാമിയ സലഫിയിലെ അവസ്ഥ. അവിടെ D ഫാം B ഫാം ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ചെല്ലുമ്പോൾ അങ്ങനെ ആൺകുട്ടിയും പെൺകുട്ടിയും അപ്പുറത്തുനിന്ന് ശൃംഗരിക്കുന്നതും തൊടുന്നതും വലിക്കണം, തലതാത്തി തലയിൽ മുണ്ടിട്ട് പോകാനേ കഴിയുള്ളൂ. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? ഈ മാസത്തെ ഇസ്ലാഹിൽ എൻ്റെ ഒരു ലേഖനമുണ്ട്, ബുസ്താനിന്റെ സോവനീറിൽ ഞാൻ എഴുതിയ ലേഖനമാണ്. ജാമിയ സോവനീറിൽ കൊടുത്തിട്ട് പന്നൂരത് ക്രൂരമായി കട്ട് ചെയ്തപ്പോൾ അതിന്റെ പൂർണ്ണരൂപം ബുസ്താന്റെ സോവനീറിൽ പ്രസിദ്ധീകരിച്ചു. പക്ഷെ ഇനി ബുസ്താനി പറ്റൂല. ബുസ്താന്റെ കമ്മിറ്റിയെ ഈ അഖലാനികൾ ഹൈജാക്ക് ചെയ്തു. ഇനി കഴിയില്ല. ഇനിയിപ്പോൾ അത് അവിടെ എന്തൊക്കെ നടക്കാന്ന് പറയാൻ കഴിയില്ല. എന്താണ് ആ ലേഖനത്തിന്റെ പേര് അറിയോ? ഈ മാസത്തെ ഇസ്ലാഹിൽ വീണ്ടും വായിക്കാൻ എന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഭൗതികവൽക്കരിക്കപ്പെടുന്ന മതസ്ഥാപനങ്ങൾ. നമ്മൾ മതസ്ഥാപനങ്ങൾക്ക് സക്കാത്തും സദഖയും കൊടുക്കണം. എന്തിനാ? നാട്ടുകാരുട്ടികൾക്ക് BEd പഠിക്കാനാ? നാട്ടുകാരുട്ടികൾക്ക് TTC പഠിക്കാനാ? എന്താ ഇപ്പൊ ജാമിയ സലഫിയിലൊക്കെ പറഞ്ഞ അതിനെപ്പറ്റി പറഞ്ഞാല് അവരുടെ ഫീസ് കിട്ടിയിട്ട് അങ്ങക്ക് ഇവിടുന്ന് സ്റ്റേറ്റ്മെന്റൊക്കെ ചോറും തന്നെ മിണ്ടാണ്ട് അവിടെ ഇരുന്നോളി. കണ്ടോ? അപ്പൊ മതം പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ അവസ്ഥ എന്താ? മതം പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഇവരുടെ ഓശാരത്തിൽ ജീവിക്കുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്ഥാപനങ്ങളുടെ പവിത്രതയെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ഭൗതികവൽക്കരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആ ലേഖനം വായിക്കണം, അത് പ്രചരിപ്പിക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ജമിയത്തുൽ ഉലമ KNM എക്സിക്യൂട്ടീവിന് കൊടുത്ത കത്തും കൗൺസിലിന് കൊടുത്ത കത്തും ഒപ്പിടാൻ വേണ്ടി അവരെനിക്ക് തന്ന 2 കടലാസും ഒരു മുഖവുരയും പത്രവാർത്തയും അടങ്ങിയ ഒരു ചെറിയ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. 5 രൂപ വിലയുള്ള പുസ്തകം. 10,000 കോപ്പി ഇറങ്ങി 9,000 അവിടെ മഞ്ചേരി തന്നെ ചിലവായി. ഇനി റീപ്രിന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ 1000-ഓളം കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോന്ന് വാങ്ങില്ല, നിങ്ങളെ യൂണിറ്റിൽ കൊണ്ടുപോയി കൊടുക്കണം. കൊണ്ടുപോയി കൊടുക്കുകയും അത് വായിപ്പിക്കുകയും വേണം. നിങ്ങളത് വായിക്കും. ഇതിൽ അനീതി നടന്നിട്ടുണ്ടോ നിങ്ങൾ നോക്കി എന്ന് നിങ്ങൾ അതുകൂടി ആ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ദുർബല ഹദീസ് നമ്മളാരും കൊണ്ട് നടക്കുന്നില്ല. ഒരു ദുർബല ഹദീസും പിടിച്ചിട്ട് ഇതാ സ്വസ്ഥാനത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. കള്ള ഹദീസല്ല, സഹീഹായ ഹദീസ് പിടിച്ചോ. മരുഭൂമിയിലെത്തിയാൽ അള്ളാനെയാണ് വിളിക്കേണ്ടതെന്നാണ്. പിടിച്ചോ, ആയത്ത് പിടിച്ചോ. ഖുൽ മൻ യുനജ്ജീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ. എന്താ ഇത്? ഖുറാഫികൾക്ക് ഓതി ആയത്തി അമ്മക്ക് ഓതിത്തരാ. ആദ്യം ഖുറാഫിയൻ ചിത്രീകരിക്കാം. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിജനമായ മരുഭൂമിയിലെ യാ ഇബാദല്ലാഹ് വിളിക്കേണ്ടത്? കണ്ടോ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. യാ അള്ളാഹ് തന്നെ വിളിക്കേണ്ടത്. വിജനപ്രദേശത്തും ജനപ്രദേശത്തും അള്ളാഹിനെ തന്നെയാ വിളിക്കേണ്ടത്. അതിന് നിങ്ങളെ ഹദീസ് ആവശ്യമല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ആയത്ത് പഠിപ്പിക്കണ്ട. ഞങ്ങൾക്ക് തൗഹീദിന്റെ ആയത്ത് ഓതണ്ട.
സംസ്ഥാന കൗൺസിലിൽ അനീഫ് കായക്കൊടി പ്രസംഗിക്കാണ്. അപ്പൊ സംസ്ഥാന നേതാക്കൾക്ക് നമ്മളെ കുട്ടികളൊക്കെ ഇപ്പൊ ശിർക്കിലെത്തിയോ? അനീഫാക്ക് ജിന്നു കൂടിയിട്ട് സ്റ്റേജ് മാറിയതാ. അത് ആളുകൾക്ക് അറിയില്ലല്ലോ. ആയത്ത് ഇങ്ങനെ ഓതുന്നു തൗഹീദ്. ഇത് സ്റ്റേജ് ഏതാന്ന് മൂപ്പര് മറന്നുപോയി. മുജാഹിദുകളെ സ്റ്റേജാണെന്നുള്ള മറന്ന് കൗൺസിലർമാർക്ക് തൗഹീദ് പഠിപ്പിക്കുക. കണ്ടില്ല KJUന്റെ പുസ്തകത്തിൽ ആകെ 65 പേജ് പുസ്തകം, അത് 23 പേജ് തൗഹീദാ. എന്താ മുജാഹിദുകൾക്ക് ഇപ്പൊ തൗഹീദ് മറന്നോ? അപ്പൊ റുഖിയ ശർഇയ്യയിലൂടെ തൗഹീദ് ശിർക്കിലെത്തിന്ന് വരുത്തി തീർക്കാണ്. ഈ തരത്തിലുള്ള കുതന്ത്രങ്ങളാണ് സുഹൃത്തുക്കളെ ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ പറയാനുള്ളത്? നമ്മളൊക്കെ ഖുറാഫികളാക്കി ചിത്രീകരിച്ചിട്ട് ഖുറാഫികൾ കൊടുക്കുന്ന മറുപടിയൊക്കെ ഇനി നിങ്ങൾ എന്താണ് സുന്നികളോട് മറുപടി പറയാ? അത്രമാ സെൽഫി ചോദിക്കുക. കുനൂത്തിന് ലൈഫായ ഹദീസ് കൊണ്ടെന്നാൽ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാൻ കഴിയും? കൂട്ടപ്രാർത്ഥനയ്ക്ക് ലൈഫ് കൊണ്ട്. അപ്പൊ നമ്മൾ ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാന്ന് നമ്മൾ പറയുന്നുണ്ടെന്ന പച്ച നുണ ഈ സംസ്ഥാന സെക്രട്ടറി വന്ന് പറയാണ്. പച്ച നുണ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു വേദനയുള്ള കാര്യമാണ്. ദുർബല ഹദീസുകൾക്കെതിരിൽ ലേഖനം അൽമനാറിൽ എഴുതിയ ആളാ ഞാൻ, വിചിന്തനത്തിൽ എഴുതിയ ആളാ ഞാൻ. ദുർബല ഹദീസുകൾക്കെതിരുള്ള പോരാട്ടമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇന്നുള്ള 2ാമത്തെ ഇസ്ലാഹി പ്രവർത്തനം എന്ന് എഴുതി നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്ന് അച്ചടിച്ചു വന്നിട്ടുള്ള ദുർബല ഹദീസുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ആളാ ഞാൻ. എന്നിട്ട് എന്നെ കുറിച്ച് പറയാം നമ്മൾ ദുർബല ഹദീസ്. ഈ അടുത്തും ഇപ്പൊ ഇസ്ലാഹിൽ വന്നുകൊണ്ടിരിക്കുന്ന അഭിമുഖത്തിൽ പോലും ഞാൻ പറഞ്ഞു ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. ഫലായിലുൽ അഅമാലിൽ ലൈഫ് ഉപയോഗിക്കാമെന്ന് പറയുന്ന തബ്ലീഗുകാർക്ക് എത്രയോ സ്റ്റേജിൽ മറുപടി കൊടുത്ത ആളാ ഞാൻ. ഫലായിലുൽ അഅമാലിലും പാടില്ല, അഹ്കാമുകളിലും പാടില്ല, താരീഖിലും പാടില്ല, ഒന്നിനും പാടില്ല ലൈഫായ ഹദീസ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ആരും പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ ഇല്ലാത്ത വാദം ഉണ്ടെന്ന് വെച്ച് കെട്ടി നിങ്ങൾ ചോദിക്കും ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാം, മരുഭൂമിയിലെത്തിയാൽ യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നില്ല എന്നതാണ് വാസ്തവം. അപ്പൊ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുണ്ടാക്കിയിട്ട് മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പിന്റെ വിത്ത് വിതക്കുകയാണ് സുഹൃത്തുക്കളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ ആരാ അങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞത്? വിളിക്കണം എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ വരുത്തി തീർക്കാണ്. വാസ്തവത്തിൽ ഖുറാഫികളുമായുണ്ടായ ചർച്ചയിൽ കടന്നു വരുന്നൊരു ഹദീസാണിത്. ആ ഹദീസ് വരുമ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുക്കൽ എന്താണ്? അത് മണ്ണാർക്കാട് സംവാദത്തിൽ ഞാൻ പറഞ്ഞ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ൊന്നും ഇവിടെ നടക്കൂല. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേർച്ചയും മുറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സാധിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, വ്യവസ്ഥയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന തവസ്സുല അവിടെ. ഹദീസുള്ളതിലുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് കൽപ്പനയുണ്ട് എന്നാ. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ 2ാമത്തെ പ്രമാണം എഴുതുമ്പോൾ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിഹാസയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി ഗീസൂനി എന്ന്. വിളിച്ചു പറയുന്ന ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല.
കണ്ടോ? വളരെ വ്യക്തമായി 2004 മണ്ണാർക്കാട് സംവാദത്തിൽ ഇവിടെ വന്നിട്ട് പിന്നെ KJU-വിന് പരാതി കൊടുത്ത 38 പോത്തുകളോ എന്താ പറഞ്ഞേ ഹംസബാക്കവി പറഞ്ഞ് 38 പോത്തുകൾ പരാതി കൊടുത്തു. അതിലൊരു പോത്തിന്റെ മോനാണ്. അപ്പൊ പോത്തിന്റെ ഉപ്പാക്കിഞ്ഞ് എന്താ പേര് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 38 വിഡ്ഢികൾ എന്നാ വേറൊരു സ്ഥലത്ത് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയാൻ ഇവർക്കൊക്കെ ധൈര്യം കിട്ടുന്നുണ്ട്. എന്ത് മരുന്ന് അബ്ദുറഹ്മാൻ സൽഫി ഇവർക്കൊക്കെ കൊടുത്തതെന്നാ അപ്പൊ തിരിയാത്തത്. ആ മരുന്നിന് കണ്ടെത്തേണ്ടത് തന്നെയാണ്. ഈ പറഞ്ഞ ഹംസബാഖവി ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ ശിർക്കൻ വാദം പറയുമ്പോ ഇപ്പൊ ശിർക്കാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഈ ഹംസബാഖവി ബാക്കിലില്ലേ? മുസ്ലിം ജിന്നുകളുണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, മലക്കുകളുണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ എന്ന നിലക്കാ വിളിച്ചു പറയുന്നത്. ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടെങ്കിൽ അത് കേൾക്കുന്നു പറയാൻ നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഹാസ അതിലില്ല. ഹനീഫല്ല അവിടെ ചിരിച്ചു കുത്തിരിക്കണ് അല്ലേ? മജീസലായി തുടക്കത്തിൽ സ്വിച്ച് ഇട്ട് വെച്ചിട്ട് ഒരു നേരം ചിരിച്ചിക്ക. മനസ്സിലായില്ലേ? അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് സക്കരിയ സലാഹി മണ്ണാർക്കാട് സംവാദം പോലെ ഒരു ഫത്ഹും മുബീൻ, ഒരു വ്യക്തമായ വിജയമുള്ളൊരു സംവാദം ഉണ്ടായിട്ടില്ല. ഈ മജീദ് എന്നോട് പറഞ്ഞിരുന്നോ? ഈ പിന്നെ അനീഫ് എന്നോട് പറഞ്ഞിരുന്നോ? എത്രത്തോളം എന്ന് വെച്ചാൽ അന്ന് നേരെ പോയത് മുപ്പര് ഒമാനിൽ അഷറഫ് ഖാൻ എത്തിക്ക. ആര്? അനീഫ് കായക്കൊടി. എന്നിട്ട് പറഞ്ഞെന്തരാ, അഷറഫ് ഖാൻ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ അദ്ദേഹം എന്നെ കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണയിലാണ്. അള്ളാഹുവിനല്ലാതെ അത് മാറ്റി കൊടുക്കാൻ കഴിയില്ല. ഞാൻ അദ്ദേഹത്തെ തിരുത്താൻ പോയിട്ടില്ല. എനിക്ക് അദ്ദേഹത്തെ തിരുത്താൻ വേണ്ടി എനിക്കെന്തോ താല്പര്യമുണ്ടെന്ന് തോന്നില്ലേ? എന്നെ വളരെയേറെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത ആളെ തെറ്റിദ്ധാരണയിലാണ്. അദ്ദേഹം ആരോടോ പറഞ്ഞിത്ര ഡോക്ടർ സക്കരിയ സലാഹിന്റെ D മുതൽ I വരെ എനിക്കറിയാം. അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായിരുന്നാലും അന്ന് മണ്ണാർക്കാട് സംവാദം കഴിഞ്ഞിട്ട് അനീഫ നേരെ പോയത് ഒമാനിലേക്കായിരുന്നു. അഷ്റഫ് ഖാ സക്കരിയ സലാഹിക്ക് ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനത്തെ അത്ഭുതമാണ് ഇന്ന് മണ്ണാർക്കാട് ഉണ്ടായതെന്നാണ് എൻ്റെ സഹോദരൻ അനീഫ പറഞ്ഞ്. ഞാനും അവനെ പറ്റിയൊക്കെ അങ്ങനെ പറഞ്ഞ പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ എന്നെ പോക്കാൻ വേണ്ടി പറഞ്ഞല്ല. അങ്ങനെ നമ്മളൊക്കെ സന്തോഷത്തോടെ കണ്ട മണ്ണാർക്കാട് സംവാദം ഇങ്ങനെ ടേപ്പ് റിക്കാർഡിലിട്ടിട്ട് മുജാഹിദ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിങ്ങനെ കേൾക്കുമായിരുന്നു. എന്നിട്ട് അടുത്തൊരു മീറ്റിംഗ് വിളിച്ചപ്പോൾ മദനി എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പഴയ കാലത്ത് വാദപ്രതിവാദം നടത്തിയവർക്കൊക്കെ ഇപ്പോൾ ക്ഷീണമായി, ഇപ്പോൾ പുതിയ തലമുറക്ക് നിങ്ങൾ അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അതിനപ്പോൾ സക്കരിയാനെയും കൂട്ടരെയൊക്കെ വിളിച്ചത്. AP പറയാണ്, ഞങ്ങളൊന്നും ട്രെയിനിങ് കൊടുക്കാതെ തന്നെ ഒരു നല്ല നിലക്കിപ്പോൾ മണ്ണാർക്കാട് പോയി നടത്തിയല്ലോ, ഞങ്ങൾക്കൊക്കെ ആരെയും ട്രെയിനിങ് എന്നീന്നായി, അതുപോലെ തന്നെ അവരും എന്ന് പറഞ്ഞാണ്. എത്ര മീറ്റിങ്ങുകൾ അതിൻ്റെ ശേഷം കഴിഞ്ഞു. അതിനുശേഷം ജമിയത്തുൽ എന്നെ ഓസങ്കടിക്ക് അയച്ചില്ലേ? ഈ ഇടമുറ്റത്തേക്ക് എന്നെ ജമിയത്തുൽ മേലെ അയച്ചത് ഈ ശിർക്കൻ വാദങ്ങൾ എന്നെ പറഞ്ഞേക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആരെങ്കിലും തിരുത്തി തന്നോ? 2004 കഴിഞ്ഞിട്ട് ഇത് 8 കൊല്ലം ഇവിടെ ആകാൻ പോവാണ്. ഞാൻ എന്നിട്ട് ഇവിടെ എടവണ്ണയിൽ ഒരു കളി കളിച്ചു. ഒരു കുട്ടിനെ കൊണ്ടൊരു ചോദ്യം ചോദിപ്പിച്ചു. സക്കരിയ സലാഹി അന്ന് പറഞ്ഞതാണല്ലോ, എന്നിട്ട് എന്താ നിങ്ങൾ അന്ന് എതിർക്കാഞ്ഞ്? അപ്പൊ അനസിന്റെ ഒരു മറുപടി എന്താണെന്നറിയോ? അന്ന് സക്കരിയ സലാഹി പറഞ്ഞ 2 മറുപടിയാണ്. ഒന്ന്, ആ ഹദീസ് ലഈഫാണ്. 2, ആ പറഞ്ഞതിൽ മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ തെളിവില്ല. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മുസ്ലിം ജിന്നും മലക്കും ഒക്കെ അന്ന് ഞാൻ പറഞ്ഞാണ്. അനസ് മൗലവി അതൊന്നും നിങ്ങൾ മൂടി വെച്ചാ പോകൂല. വിളിച്ചു പറയുന്ന ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ സൃഷ്ടികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. എന്തെങ്ങൾക്ക് ഈ ശിർക്ക് എന്ന് മനസ്സിലാകാതിരുന്നത്? 8 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശിർക്ക് മനസ്സിലായത്? ഇത് ആളുകളോട് പറയാൻ കൊള്ളൂ? ഇനി നമ്മളെ തൗഹീദ് ആളുകൾ വിശ്വസിക്കോ? നിങ്ങളിപ്പോ ഇനി കുറച്ച് കഴിഞ്ഞാൽ അബ്ദുറഹ്മാൻ സലഫി ജനറൽ സെക്രട്ടറി ആയാൽ തന്നെ പിന്നെ വീണ്ടും ശിർക്കായി എന്ന് വരും, ശിർക്കില്ല എന്ന് വരും. ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ മാറ്റാൻ കഴിയുമല്ലോ എന്ന ആളുകൾ പറയില്ലേ? ചില ആളുകളെ സ്ഥാനം കിട്ടുന്നതിനും കുറയുന്നതിനൊക്കെ അനുസരിച്ച് ഇങ്ങനെ ശിർക്കും തൗഹീദും മാറുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനത്തെ ഒരു ദുരന്തം ഇത് കണ്ടോ? ഇത് ശബാബിൽ 1980കളിൽ വന്നിട്ടുള്ള ചോദ്യോത്തരം പുസ്തകമാക്കിയത്. ഇന്നും മടവൂരി സഹോദരന്മാർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മടവൂരി സുഹൃത്തുക്കളോട് എനിക്ക് പറയാം, നിങ്ങൾ വിഷയമൊക്കെ ഒന്ന് പഠിക്കണം. നിങ്ങൾ ഈ തർക്കത്തിനടിയിൽ നിങ്ങൾ വിഷയം പഠിച്ചിട്ടില്ല. ഞങ്ങൾ ഈ കൂടുതലൊക്കെ വിഷയം പഠിച്ചാലായിരിക്കണമൊക്കെ. ഞങ്ങൾക്ക് ആർക്കും സംഘടനയെ പേടിയില്ലാതെ, സംഘടന അച്ചടക്കം പേടിയില്ലാതെ വന്നിരിക്കുന്ന വിഷയം പഠിച്ചോണ്ടാ സ്വർഗത്ത് പോകണമെങ്കിൽ ഇതാ മാർഗം എന്ന് മനസ്സിലാക്കിയാൽ അവിടെ ഉള്ള ഒരു ഭൂരിപക്ഷം. എൻ്റെ മടവൂർ വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിഷയം പഠിക്കണം. എന്തായിരുന്നു നമ്മൾ തമ്മിലുള്ള തർക്കം? നിങ്ങൾ സംഘടനയിൽ നിന്ന് 35 ആളെ പുറത്താക്കിയ പിറ്റേ ദിവസം നിങ്ങൾ ഇറക്കിയ പത്രവാർത്തയിൽ പറഞ്ഞെന്താ? ജിന്ന് സേവയിലേക്കും പിശാച് ബാധയിലേക്കും കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന്. അന്ന് തുടങ്ങിയത് ഞങ്ങൾ ജിന്ന് പറയല്. ഞങ്ങൾ എത്ര നിങ്ങൾക്ക് മറുപടി പറഞ്ഞു? ഞങ്ങൾ ഖുർആന്റെയും സഹിഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന കാലത്ത് ശബാബിൽ എഴുതിയ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മറുപടി പറഞ്ഞു. എന്നിട്ടും നിങ്ങൾ വിഷയം പഠിച്ചില്ല. സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സ്വർഗമായിരിക്കുമെന്ന് എൻ്റെ മടവൂരി സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. KNM-ൽ നടക്കുന്നത് ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫിക്കുള്ള ഗ്രൂപ്പ് കളിയാണ്.
അത് നിങ്ങളും കൂടി കക്ഷി ചേർന്ന് നിങ്ങളെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊണ്ട് നിങ്ങൾ ആ ചോദ്യം ഞാനൊന്ന് വായിക്കാം. എങ്ങനെയാണ് ഈ വിഷയം മുജാഹിദ് കേരളത്തിൽ ചർച്ചയ്ക്ക് വന്നത്? ജിന്നുകൾ അള്ളാഹുവിൻ്റെ ചോദ്യം വായിക്കാം. മുഅ്മിനുകളായ സജ്ജനങ്ങളോട് സഹായം തേടാമോ? ഇന്ന് യുവതയിൽ വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണ് പ്രാർത്ഥനാ തൗഹീദി ചോദ്യങ്ങൾക്ക് മറുപടി. വിജനമായ സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്ന് പറയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സുന്നികളെ ചോദ്യാട്ടോ ഇത് ക്ലിപ്പാക്കണ്ട. അത് സക്കരിയ സലാഹി പറഞ്ഞിരിക്കുന്നു, കട്ടുമുറിച്ചിട്ടേ കാണിക്കുന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മുഹദ്ദിസുകളായ ആളുകൾ ലാ ഇബാദല്ലാഹ് എന്നതിനെ മരിച്ചുപോയ സജ്ജനങ്ങളായ മുഅ്മിനുകളായ ആളുകൾ ആത്മാക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ സഹായിക്കും. മരുഭൂമിയിലൊക്കെ ആവുമ്പോൾ പിശാചുക്കളുടെ വിഹാര കേന്ദ്രമാണ്. അവരിൽ ജിന്നുകളിൽപ്പെട്ട നല്ല വിഭാഗം ഉണ്ടാകും. അവരെയാണ് വിളിക്കുന്നത്. അവർ സഹായത്തിനെത്തും. ആ നിലക്ക് അള്ളാഹുവിൻ്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് ജിന്ന് സത്യവും മിഥ്യയും എന്ന മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്ന് ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? ഇതാണ് ശബാബിലേക്ക് 80കളിൽ വന്ന ചോദ്യം. അതിന് ബഹുമാനപ്പെട്ട ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി കൊടുക്കുന്ന മറുപടി കേട്ടോളൂ. കൊട്ടപ്പുറത്തൊക്കെ നമ്മുടെ മാനം കാത്തത് ചെറിയമുണ്ടമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അത് കണ്ടിട്ടും വായിച്ചിട്ടും ആവേശം കൊണ്ടവരാൻ നമ്മളൊക്കെ. അദ്ദേഹത്തിനും തൗഹീദ് തിരിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആയിക്കോട്ടെ, തിരിയാതിരിക്കുക, ആർക്കും തിരിയാതിരിക്കുക, ആർക്കും തെറ്റുപറ്റാം. പക്ഷെ തെറ്റാണെന്ന് തെളിയിക്കണം. അപ്പം അതാണ് തെറ്റുപറ്റിക്കൂടെ? തെറ്റ് പറ്റാം, തെറ്റാണെന്ന് തെളിയിച്ചു കൊടുക്കണം. ചെറിയ മുണ്ടത്തിന് തെളിയിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇനി സ്നേഹസംവാദത്തിന്റെ ചോദ്യോത്തരത്തിന് വെക്കാൻ പറ്റുമോ? എല്ലാ മതക്കാരായ ആളുകൾക്കും തൗഹീദ് പഠിപ്പിക്കേണ്ട പ്രസിദ്ധീകരണത്തിൽ ശിർക്ക് തിരിയാത്ത ആളെ വെക്കാൻ പറ്റുമോ? അത് വേറെ വിഷയമാണ്. വിശുദ്ധ ഖുർആൻ മറ്റേ മറുപടി കേട്ടോളൂ. വിശുദ്ധ ഖുർആനിൽ അനേകം ആയത്തുകളിൽ യാതൊരു സംശയത്തിനുമിടയില്ലാത്ത വിധം വ്യക്തമാക്കിയ കാര്യമാണ് അള്ളാഹു അല്ലാത്ത ആരോടും ദുആ അഥവാ പ്രാർത്ഥന ചെയ്യാൻ പാടില്ല എന്നത്. ഇതിനെ എതിർക്കാൻ വേണ്ടി ഏതെങ്കിലും ഹദീസോ ഹദീസിന്റെ വ്യാഖ്യാനമോ ചൂണ്ടിക്കാണിക്കുന്നത് അള്ളാഹുവെയും അവന്റെ ഗ്രന്ഥത്തെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിന്റെ വചനത്തിന് താഴെ മാത്രമേ മറ്റേത് വചനത്തിനും ഒരു സത്യവിശ്വാസി സ്ഥാനം കൽപ്പിക്കാൻ പാടുള്ളൂ. ഇനിയാ ശ്രദ്ധിക്കേണ്ടത്, വിളിക്കുക, സഹായം ചോദിക്കുക, പ്രാർത്ഥിക്കുക, ഇവ തമ്മിൽ മൗലികമായ വ്യത്യാസമുണ്ട്. ഈ പങ്ക്തിയിൽ തന്നെ പലതവണ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. യാ ഇബാദ്, അടിമകളെ എന്ന വിളി പല ഖുർആൻ വാക്യങ്ങളിലുമുണ്ട്. ഇത് അടിമകളോടുള്ള പ്രാർത്ഥനയാണെന്ന് കാര്യബോധമുള്ള ആരും പറയില്ല. പ്രവാചകന്മാർ പല കാര്യങ്ങളിലും അനുചരന്മാരോട് സഹായ സഹകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതും പ്രാർത്ഥനയല്ല. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. ഇത് ഞാൻ ഇസ്ലാഹ് മാസികയിൽ എടുത്തു കൊടുത്തു. അപ്പൊ വടവൂരുകൾ എന്താ കാട്ടിയാർ? ഈ വാചകം എടുത്തിട്ട് സക്കരിയ സലാഹി ഇസ്ലാഹ് കണ്ടോ, പ്രാർത്ഥന നിർവചനം മാറ്റി. ഞാൻ ഇതെന്ന് എടുത്തു കൊടുത്തതാ. തട്ടിപ്പുണ്ടെങ്കിൽ സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആരിലേക്കും പ്രവാചകന്മാർ തിരിച്ചുവിട്ടിട്ടില്ല, തിരിച്ചുവിടാൻ നിർദ്ദേശിച്ചിട്ടുമില്ല. ഇനിയാ ജിന്നുകളെ വിഷയം വരുന്നത്. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദവിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ഇനി കേട്ടോളൂ. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. പക്ഷേ ഒറ്റപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സഹായാർത്ഥന ഇസ്ലാമിലെ ഒരു സമ്പ്രദായമാണെന്ന് പറയാവുന്നതല്ല, ഒരു അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാവുന്നതല്ല. ഇത് ഇന്നും വിൽക്കുന്നുണ്ട്. ഇതിന് മാത്രമല്ല, നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ എന്ന പുസ്തകത്തിലും ഈ ചോദ്യോത്തരം എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ ഈ ഹദീസ് ചർച്ചയ്ക്ക് വരാനുണ്ടായ കാരണം. അതിന് നമ്മളൊക്കെ കൊടുത്ത മറുപടി അപ്പൊ ചെറിയമുണ്ടം കൊടുത്തത് അദ്ദേഹത്തിന്റെ വകയല്ല. അതിൽ പ്രാർത്ഥനയില്ല. പ്രാർത്ഥന ഉള്ളതും ഇല്ലാത്ത നമ്മൾ വേർതിരിച്ചിട്ടില്ലേ? ഉമർ മൗലവിയെ സംബന്ധിച്ച് വലിയ ആക്ഷേപമാണ്. അദ്ദേഹം ബിംബത്തിന് സുജൂദ് ചെയ്താൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ട് ഖുറാഫികൾ പറയലില്ലേ? എന്താ ഇവിടെ ഇടമുട്ടൻ സംവാദം നിന്നതന്നെ അതിന്റെ പേരിലാണല്ലോ, അല്ലേ? എന്താ ഉമർ മൗലവി പറഞ്ഞത്? ഒരാളൊരു ബിംബത്തിന്റെ മുമ്പിൽ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് അവൻ അതിനു വേണ്ടി സുജൂദ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കരുത്. അയാൾ എന്താവശ്യത്തിനാണ് കിടന്നതെന്ന് അന്വേഷിക്കണം. ചിലപ്പോൾ ബിംബത്തെ റിപ്പയർ ചെയ്യാൻ വന്ന ആളേക്കാരം. അപ്പൊ ഇങ്ങനെ കിടന്നിട്ട് നോക്കുകയായിരിക്കും. അങ്ങനെ എന്താവശ്യത്തിനാ കടന്നത് നോക്കണം. വേണ്ട, മണ്ണാർക്കാട് സംവാദത്തിൽ അവസാനം ഖുറാഫി എടുത്ത് ഉദ്ധരിച്ചത് ഏതാ? അല്ലേ? യാ ശൈഖ് റിഫാഇ അഗ്സ്നി എന്ന് പറഞ്ഞാൽ ശിർക്കാവുകയില്ല എന്നിതാ കെ എം മൗലവി എഴുതിയിരിക്കുന്നു. കണ്ടോ? അപ്പൊ അത് എന്താണ്?
അത് യഥാർത്ഥത്തിൽ തവസ്സുൽ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്തുദ്ദേശത്തിലാണ് ഞങ്ങൾ പറഞ്ഞെന്ന് വിചാരണ ചെയ്യാതെ പെട്ടെന്ന് യാ ശൈഖ് റിഫായി അഗ്സിനി എന്ന് പറഞ്ഞ ആളെ മുശ്രിക്കാന്ന് പറയരുത്. അപ്പൊ ഈ രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞെന്തിനാരിയോ, എന്താ ഉമർ മൗലവിന്റെ പ്രശ്നത്തിൽ സുജൂദ് കിടക്കുന്നുണ്ടോ സുജൂദാവില്ല. ആരുടെ മുമ്പിലാണോ സുജൂദ് ചെയ്യുന്നത് ആ ശക്തിയെ സംബന്ധിച്ച് മനസ്സിലുണ്ടാകുന്ന അഭൗതിക വിശ്വാസം അതുണ്ടാകുമ്പോഴേ സുജൂദാകുള്ളൂ, അല്ലെങ്കിൽ വെറുതെ കിടക്കാന്നേ പറയുള്ളൂ. അതിന് മനസ്സിലായില്ലേ? ഒരു പോലീസുകാരൻ്റെ മുമ്പിൽ പോയിട്ട് ഹേമാനെ രക്ഷിക്കണേ എന്നാ അത് ഇബാദത്താ? അല്ല, മനസ്സിലുള്ളത് എനിക്ക് ഞാൻ കാണിച്ചു തരാന്നാ അല്ലേ. ഇപ്പൊ നിന്റെ രക്ഷപ്പെടേണ്ടത് വേണമെന്നാ. അപ്പൊ അവിടെ കാലിൽ വീണാലും അവിടെ ഇബാദത്താകുന്നില്ല. കാരണം എന്താ? ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തല്ലേ ജമാഅത്തേർക്കും സുന്നികൾക്കൊക്കെ. എന്തു പറ്റിപ്പങ്ങൾക്ക് പ്രാർത്ഥനയാകുന്നതും ആകാത്തതും കൊട്ടപ്പുറത്തോതി ആയത്തുകൾ മറന്നോ? നിനക്ക് മുമ്പ് നാം അയച്ച റസൂലുകളോട് ചോദിക്കുക. വഹാബികൾ പറയുന്നു മരിച്ച റസൂലുകളോട് ചോദിക്കാൻ പാടില്ലെന്ന്. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കണമെന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. മിഅ്റാജിൽ വെച്ച് റസൂൽ ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞ കാല നബിമാരോട്, വഹാബികളെ നിങ്ങളുടെ അർത്ഥപ്രകാരം നബി ശിർക്ക് ചെയ്തുവോ? എന്താ മറുപടി കൊടുത്തത്? അത് പ്രാർത്ഥനയല്ല ഖുബൂരി. മരിച്ചുപോയ മുൻകാല നബിമാരെ തന്റെ മുമ്പിൽ ഹാജരാക്കി കൊടുത്തപ്പോ അവരോട് ചോദിച്ചതാണ്. ചെറിയ മുണ്ടം ഇത്ര കൂടി പറഞ്ഞു കൊട്ടപ്പുറത്ത്, മുസ്ലിയാരെ നിങ്ങൾക്കൊരു മിഅ്റാജിന് ഓഫർ കിട്ടിയാൽ അവിടെ വെച്ച് പൂർവ്വകാല നബിമാരെ മുഖാമുഖം കണ്ടാൽ നിങ്ങൾക്കും ചോദിക്കാം അവർ കാര്യങ്ങളൊക്കെ. അത് നമ്മൾ തമ്മിൽ തർക്കത്തിനുള്ള വിഷയമല്ല. ഹാജറ ബിവി സംഭവം നമ്മൾ പറഞ്ഞില്ലേ, പ്രാർത്ഥനയില്ല. അപ്പൊ പ്രാർത്ഥനയാകുന്നതും ആകാത്തതും വേർതിരിച്ചു പഠിപ്പിക്കാൻ ഇവിടെ ചെയ്യുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പരിധിയിൽ എവിടെയോ അള്ളാഹു ഇങ്ങനെ മരുഭൂമിയിൽ വഴിതെറ്റുന്നവരെ സഹായിക്കാൻ ഏർപ്പെടുത്തിയ മലക്കോ ജിന്നോ ഉണ്ടെങ്കിൽ അവരെന്റെ ഒച്ച കേൾക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ എന്നാ. അപ്പൊ മനസ്സിന് പ്രാർത്ഥന വരൂല. എവിടെയോ ഉള്ള ജിന്ന് കേൾക്കട്ടെ, എവിടെയോ ഉള്ള മല കേൾക്കട്ടെ, ശിർക്കായി. ഇവിടെ അതാണ് ഹാളിർ. ഇപ്പം പറയാണ് അനസ് പറയാ ഹാളിർ ഹാളിർ മോല്യേരിയത്തുണ്ടായില്ലേ? അത് മോല്യേരിയത്തല്ല. എന്നാ ഇംഗ്ലീഷ് വന്ന പ്രസന്റിനായിക്കോട്ടെ. ആ ഹാജറുള്ള സന്നിഹിതനായ അതെന്തിനാ പറഞ്ഞ കാര്യകാരണ ബന്ധത്തിനകത്താന്ന് പറയാനാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാര്യകാരണ ബന്ധത്തിന് പരിധിയിലുള്ള നബിമാരോടാ സംസാരിച്ചത്. മീറാജ് കഴിഞ്ഞു വന്നിട്ട് പിന്നെയും വർഷങ്ങൾ ജീവിച്ചു, ഒരിക്കൽ പോലും മരിച്ചുപോയ നബിമാരെ വിളിച്ചില്ല. അതാണ് പ്രശ്നം. വിഷയത്തിന്റെ മർമ്മം അതാണ്. അപ്പൊ അത് നമ്മൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യാ ഇബാദത്തിലൂടെ ചെയ്തിട്ടുള്ളത് അതിൽ പ്രാർത്ഥനയില്ല, നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസയില്ല. ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല, അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത്. ജബ്ബാർ മൗലവിയുടെ ലേഖനം വന്നിട്ട് തിരുത്തിക്കാൻ പോയ ആളാ മൂപ്പര്. തിരുത്തൂലാന്ന് മൂപ്പര് വാശി പിടിച്ചത്രേ. എന്നാ ഞങ്ങൾ തിരുത്തുന്നു. ശരി, നിങ്ങൾക്കത് ശിർക്കാന്ന് അന്നേ ഉറപ്പാണല്ലോ, നിങ്ങൾക്ക് അന്ന് തന്നെ ശിർക്കാന്ന് തുറന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ട് ജാമ്യ ക്ലാസ് എടുത്ത് കേട്ടോളി. ഇപ്പൊ ആർക്കാ തെറ്റ് പറ്റിയെന്ന് ഇപ്പൊ മനസ്സിലാവും. നിങ്ങളെല്ലാ സോക്കോടും ഞങ്ങൾ മാറ്റിത്തരാം. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? നമ്മൾ ഉപയോഗിച്ച ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്. പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ. ആർക്കാപ്പ തോന്നലുണ്ടായത്? പണ്ടത്തൊക്കെ തിരുത്തണത് തോന്നൽ ഇപ്പൊ ആർക്കാ ഉണ്ടായത്? എന്നുള്ള നിലക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ ഒരു മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ. ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. അപ്പൊ മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞ അതിനെ പറയാറുള്ളത്. അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല. ഇനിയിപ്പോൾ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ്. മൂന്നാമത്തെ കാര്യം,
ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ജിന്നുണ്ടോ എന്ന് അന്വേഷിച്ച് എന്നിട്ട് നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ മിൻ ഹൈസു ലാ തറൗനഹും ഇന്നഹു ഹുവ യറാക്കും വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹുന്ന. നിങ്ങൾ നോക്കിയാൽ കാണൂലല്ലോ. അത് നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ആളുകളല്ല അവർ. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വരിക. അപ്പോൾ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്, മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ഈ വിളിച്ച ആളോ ആരാണ് എൻ്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്, അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഹഫലത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫലത്തിനെ വിളിച്ചുങ്ങാണ്ട് എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും, സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളോട് ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊട്ട് പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖ. അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ്. അങ്ങനെ നിയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്ത് ജിന്നിനെ നിയ്യത്ത് വെച്ചിട്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. അപ്പൊ എന്തൊക്കെ മനസ്സിലായി? എന്തേ മനസ്സിലായി? അങ്ങനെ വിളിച്ചാൽ മണ്ടിയേരിയോ എന്ന് പറഞ്ഞ മാതിരിയാണ്. ഒരു മനുഷ്യനില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഒരു അപകടത്തിലൊക്കെ പെട്ടാൽ ഓടി വരണേ, അതാണ് മലപ്പുറം ഭാഷയിൽ മണ്ടിയേരിയോ എന്ന് പറഞ്ഞാൽ അതാ. നിങ്ങളെ മണ്ടരി എന്ന് പറഞ്ഞ വല്ല തെങ്ങിൻ്റെ രോഗം വിചാരിക്കണ്ട. ഓടി വരണേ അത് പറയുമ്പോൾ മൂപ്പര് തനി മലപ്പുറത്തേരനാകല. അപ്പം അങ്ങനെ ഓടി വരണേ എന്ന് പറഞ്ഞാൽ ഇപ്പം മൂപ്പര് ഇവിടെ തന്നെ ന്യായീകരിച്ചെന്താ? അബ്ദുറഹ്മാൻ സലഫിൻ്റെ ക്ലിപ്പ് ഉണ്ടാകും, മണ്ടിയേരിയോ അതിൽ ശിർക്കില്ല. ജിന്നും മലക്കും ഉണ്ടെങ്കിലേ ശിർക്കാവൂ കൂട്ടരെ. മൂപ്പര് പറയാ ആരെങ്കിലും എന്നല്ലേ ഞാൻ പറഞ്ഞത്. ആരെങ്കിലും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാരെങ്കിലും എന്നേ ഇതുവരെ അർത്ഥമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ചിലർ ജിന്നും മലക്കും എന്നൊക്കെ പറഞ്ഞ് ശിർക്കൻ വാദത്തിലേക്ക് പോയത്. ഇവിടുത്തെ ന്യായീകരണം. ശരി, ആ ചോദ്യം ഒന്നും കൂടി കേൾപ്പിക്കും മോനെ. എന്താ ചോദ്യം എന്നൊന്ന് കേൾക്കട്ടെ. ഇതിലത്തെ ചോദ്യം വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികൾ നമ്മളെ ചോദ്യം എന്താ? വിജനമായ സ്ഥലത്തുനിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് പറയുന്നത് ശരിയാണോ? മൂപ്പര മറുപടി എന്താ പറഞ്ഞത്? മനുഷ്യനെ ഉദ്ദേശിച്ച് വിളിച്ചാൽ മതി. അപ്പൊ ജിന്ന് എന്ന് വിളിച്ചാൽ എന്താ ശിർക്കാണോ? അല്ലേ? പറഞ്ഞോ ജിന്ന് സഹായിക്കൂല എന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. എന്നാ മനുഷ്യനാണ് അവിടെ ഉദ്ദേശം എന്ന് തുറന്നു പറഞ്ഞോ? അതും പറഞ്ഞില്ല. തെൽബീസ്, ആശയക്കുഴപ്പമുണ്ടാക്കുക. ലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തി സത്യത്തെ മൂടിവെക്കല്ല കേട്ടോ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാ. അദ്ദേഹം തുറന്നു പറഞ്ഞില്ല. ജിന്നെ മലക്കെ ഉദ്ദേശിച്ചാൽ ശിർക്കാവും പറഞ്ഞോ? പറഞ്ഞില്ല. മൂപ്പര് പറഞ്ഞെന്താ? ജാഹിലിയ കാലത്ത് അഭയം തേടാറുണ്ടായിരുന്നു, അവിടേക്കോട്ട് എത്തുകയും ചെയ്യരുത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കട്ടെ, അത് മലക്കെന്നോ ജിന്നെന്നോ ഉമ്മാന്നോ ബാപ്പാന്നോ, അത് വൃഥാസ്ഥൂലമായ പരത്തി പറയല. അതൊന്നും അവിടെ പറയേണ്ട വിഷയമല്ല. ഈ ഹദീസ് കൈകാര്യം ചെയ്ത മുഹദ്ദിസുകൾ എങ്ങനെയാണ് വിഷയം കൈകാര്യം ചെയ്ത് നോക്കിയാൽ പോരെ.
അപ്പൊ മരിച്ചോല് പെടൂലെന്ന് നമ്മൾ പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാ? മരിച്ചോല് പെടുന്ന് ആ ഹദീസിന്റെ വ്യാഖ്യാനം എഴുതിയ ഒരൊറ്റാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഖുബൂരികൾക്ക് നമ്മൾ മറുപടി കൊടുത്തു. അവിടെ ഇബാദല്ല കൊണ്ട് ഉദ്ദേശം ഒന്നുകിൽ മലക്ക് അല്ലെങ്കിൽ ജിന്ന്. അവർ ചോദിക്കുന്നതാണ് ഇബാദല്ല എന്ന തശ്രീഫിന്റെ ഇലാഫത്താണ്. അപ്പൊ മഹാന്മാരാണ് ഉദ്ദേശം എന്നാണ് അലവി സഖാഫിയും കൂട്ടരും പറയുന്നത്. അപ്പൊ നമുക്ക് അതിന് മറുപടി കൊടുക്കാനുള്ള അങ്ങനെ ആ ഹദീസിന് തഫ്സീറഹ് എഴുതിയ ഒരൊറ്റ അഹ്ലുസ് സുന്നത്തിന്റെ പണ്ഡിതനും അതിന് മരിച്ചോല് പെടുന്നു പറഞ്ഞിട്ടില്ല. ഇബാദൻ ലാ നറാഹും, നമ്മൾ കാണാത്ത അള്ളാഹുവിന്റെ അടിമകൾ. കാണാത്ത അടിമകൾ മനുഷ്യന്മാരാ. പിന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് മനുഷ്യന്മാര് സഹായിക്കുന്നു പറഞ്ഞാൽ അതാ നബിയ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് എല്ലാ പണ്ഡിതന്മാരും പിന്നീട് വന്ന കിതാബുകളിലൊക്കെ അതിങ്ങനെ രേഖപ്പെടുത്തി വരിക. അപ്പൊ അബ്ദുറഹ്മാൻ ചിലപ്പോൾ ഒരു പൊട്ടക്കിണറ്റിൽ വീടുമെന്ന് വിചാരിക്കുക. മൂപ്പര് മണ്ടിയേരിയോ നന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആരോ വന്നിട്ട് മൂപ്പരെ വലിച്ചു കയറ്റി. മൂപ്പരിന്നിട്ട് വന്നിട്ട് ഹനീഫനോട് പറയാ, ഒരു ചരിത്ര സംഭവമാക്കണത്, ഇതൊന്ന് രേഖപ്പെടുത്തണം, അടുത്ത തലമുറകൾ വായിക്കട്ടെ. അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ പെട്ടാൽ മണ്ടിയേരിയോ എന്ന് പറയണം. വലിയ ചരിത്രമല്ലേ അത്? മനുഷ്യനാണെങ്കിൽ അതൊരു വിഷയ, അത് സാധാരണ സംഭവല്ലേ. അവിടെ മലക്കും ജിന്നുമാണ്. കാരണം ലാ നറാഹു, നമ്മൾ കാണാത്താൻ. അപ്പൊ അനസിനും ഹനീഫൊക്കെ ഒരു സംശയം, അവന്താ പിന്നെ മുസ്ലിം ജിന്ന് എന്ന് പറഞ്ഞത്? മുസ്ലിം ജിന്നല്ലോടോ മുസ്ലിമിനെ സഹായിക്കുള്ളൂ. കാഫിർ ജിന്ന് കാഫിറിനല്ലേ സഹായിക്കുക? അതാ അതിന്റെ ഉദ്ദേശം. പിന്നെ അപ്പൊ ഒരു സംശയം, മുസ്ലിം ജിന്നാണോ കാഫിർ ജിന്നാന്ന് ഞമ്മക്ക് അറിയില്ലല്ലോ. അപ്പൊ ആദ്യം ഇന്റർവ്യൂ നടത്തണം. ഒച്ച കേട്ടാ അപ്പൊ ഈ മുസ്ലിം ജിന്നാ, ഇനി പറഞ്ഞാൽ തന്നെ വിശ്വസിക്കാൻ പറ്റുമോ? കാഫിർ ജിന്ന് മുസ്ലിമാന്ന് പറഞ്ഞാലോ? അതാ ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ആർക്കടോ അത് അറിയേണ്ടത്? വിളിച്ച് ചോദിക്കാന്നുള്ളവർക്കല്ലേ അത് അറിയേണ്ടുള്ളൂ. ഞങ്ങൾക്ക് അത് അറിയേണ്ട ആവശ്യമല്ല. ഞങ്ങൾക്ക് മുസ്ലിം ജിന്ന കാഫിർ ജിന്ന എന്നൊന്നും അറിയേണ്ട ആവശ്യമല്ല. കാരണം ഞങ്ങൾ വിളിച്ച് ചോദിക്കണ്ടെന്നുള്ള അഭിപ്രായക്കാരാ. ചോദിക്കാൻ പാടില്ല, അത് ഹറാമാണ്, ശിർക്കിലേക്കുള്ള മാർഗമാണെന്ന് പറയുന്നവരാ. അപ്പൊ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാണ്. മുസ്ലിം ജിന്നും കാഫിർ ജിന്നും എന്താ വ്യത്യാസം? അപ്പൊ ഇവർക്ക് മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ. 1200 കൊല്ലമായി ഈ ഹദീസ് നമ്മളെ മുമ്പിലുണ്ട്. മനസ്സിലായില്ലേ? 1200 പറഞ്ഞ എന്താ? മുസന്നഫ് ഇബ്നു അബീ ശൈബയിലുണ്ട്. ഇബ്നു അബീ ശൈബ ബുഖാരിന്റെ ഉസ്താദാ. അത് കഴിഞ്ഞ് തൊബറാനിയിലുണ്ട്. തൊബറാനി പറഞ്ഞത് വഖദ് ജുർരിബാന, അത് പരീക്ഷിച്ച് ഫലം കണ്ടതാണ്, ശിർക്കുണ്ട് എന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞു ഇമാം ബൈഹഖി വന്നു, കിതാബുൽ ആദാബിൽ പറഞ്ഞു വഹു മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരിൽപ്പെട്ട നല്ല മനുഷ്യന്മാർ അവർ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണിത്. ശിർക്കുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കോ? ലഈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹുക്മ് മാറോ? ലഈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹുക്മ് മാറില്ല. ഹദീസ് ലഈഫ് തന്നെയാണ്, പക്ഷെ ആ ഹദീസിന്റെ ആശയത്തിൽ ശിർക്കില്ല. അത് സഹീഹാണെന്ന് വിചാരിച്ച് അമൽ ചെയ്തവർ ശിർക്ക് ചെയ്തിട്ടില്ല. അതാണ് ഇത്രയും കാലം നമ്മൾ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അഹ്മദ് ബിൻ ഹംബലിന്റെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട്